ചേട്ടാ, തിരുവനന്തപുരം കഠിനംകുളത്ത് പൂജാരിയുടെ ഭാര്യയായ ആതിര എന്ന 30 വയസ്സുകാരിയെ ക്രൂരമായി വീടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ വാർത്ത ഇന്നലെയാണ് നമ്മൾ ചർച്ച ചെയ്തത്. ആരാണ് പ്രതി എന്ന സൂചനകളിലേക്കൊക്കെ നമ്മൾ പോയിരുന്നു. ഇന്ന് കേരള പോലീസ് ഇപ്പോൾ അല്പസമയം മുൻപ് ഈ കൊലയാളിയെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. എറണാകുളം ചെല്ലാനം സ്വദേശിയായ ജോൺസൺ ഔസേപ്പ് എന്ന ആതിരയുടെ ഇൻസ്റ്റാഗ്രാം സുഹൃത്താണ് കൊലയാളി എന്ന നിഗമനത്തിലാണ് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത്. നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആതിര ഇയാളെ വിളിച്ചിരുന്നത് അച്ചായൻ എന്നാണ് പൂജാരിയായിട്ടുള്ള രാജീവിൻ്റെ മൊഴി. പോലീസിന് അയാൾ നൽകിയിരിക്കുന്ന മൊഴി അതാണ്. എൻ്റെ ഭാര്യ ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാം സുഹൃത്തിനെ അച്ചായൻ എന്നാണ് വിളിച്ചിരുന്നത്. പക്ഷേ എനിക്ക് അദ്ദേഹത്തിൻ്റെ പേരോ അഡ്രസ്സോ ഒന്നും തന്നെ അറിയില്ല എന്നുള്ളതായിരുന്നു ഈ രാജീവിൻ്റെ മൊഴി. അപ്പോൾ രാജീവിൻ്റെ മൊഴി പോലീസിന് സംശയകരമായിരുന്നു. കാരണം 7 മാസം മുമ്പ് രാജീവ് ഈ വിവരം അറിഞ്ഞിട്ടുണ്ട്. വിവരം അറിഞ്ഞിട്ട് ഇത്രയും കാലവും ഈ ഭാര്യയുടെ സുഹൃത്തിനെ സംബന്ധിച്ച്, ഭാര്യയുടെ കാമുകനെ സംബന്ധിച്ച് ഒരു അന്വേഷണം എന്തുകൊണ്ട് നടത്തിയില്ല എന്നുള്ളതായിരുന്നു പോലീസിൻ്റെ ഏറ്റവും വലിയ സംശയം. ഇന്നലെ രാത്രിയിലും രാജീവിനെ വിളിച്ചു വരുത്തി പോലീസ് ചോദ്യം ചെയ്തു. കഠിനംകുളം സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി പോലീസ് വിശദമായി ചോദ്യം ചെയ്തു. ഇന്നലെ രാത്രി 9 മണിയോട് കൂടിയാണ് പോലീസ് ഒരു തീരുമാനത്തിൽ എത്തിയത്. കാരണം ഈ രാജീവിന് ഇതിൽ യാതൊരു പങ്കും ഇല്ല എന്നുള്ളത്, ഇയാൾ പറയുന്നത് ശരിയാണ് എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയുന്ന രാത്രിയിലാണ്. അതിനുശേഷം ആണ് പോലീസ് ഇതൊരു വ്യാജ നമ്പർ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ ID ക്രിയേറ്റ് ചെയ്തത്. ഇന്നലെ രാത്രിയോടുകൂടി പോലീസിൻ്റെ സൈബർ വിഭാഗം ഏത് നമ്പറിൽ നിന്നാണ് ഈ ID, അതായത് ഇൻസ്റ്റഗ്രാം ID ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കണ്ടെത്തിയപ്പോൾ അതൊരു കൊല്ലം സ്വദേശിയുടേതാണ്. കൊല്ലം നീണ്ടകര ഭാഗത്തുള്ള നീണ്ടകരയിലുള്ള ഒരാളുടെ പേരിലാണ് ഇത് എടുത്തിരിക്കുന്നത്, ഈ നമ്പർ എടുത്തിരിക്കുന്നത്. ഇയാളെ പോലീസ് ഇന്നലെ കൊല്ലത്തെ പോലീസ് ഇന്നലെ രാത്രി തന്നെ എടുത്തപ്പോൾ ഇയാൾ പറഞ്ഞ മൊഴി, എൻ്റെ സിമ്മ് എൻ്റെ ഈ നമ്പറിൽ നിന്ന്, എൻ്റെ ഈ അഡ്രസ്സ് വെച്ച് സിം എടുത്തിരിക്കുന്നത് പിന്നെ ഈ പറയുന്ന ജോൺസൺ ഔസേപ്പാണ്, അയാൾ ഈ അടുത്ത പ്രദേശമായിട്ടുള്ള ദളവാപുരം സ്വദേശിയാണ് എന്നാണ് ഈ പറയുന്ന ഈ ജോൺസൺ ഔസേപ്പിൻ്റെ സുഹൃത്തായിട്ടുള്ള ആൾ മൊഴി നൽകി, ഈ സിമ്മിൻ്റെ ഉടമ. പക്ഷേ ജോൺസൺ ഔസേപ്പിനെ കണ്ടെത്തുവാൻ വേണ്ടി രണ്ടാമതൊരു നമ്പർ ഈ പറയുന്ന നീണ്ടകര സ്വദേശി പോലീസിന് നൽകി. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഒരു നമ്പർ നൽകി. പക്ഷേ ആ നമ്പർ സ്വിച്ച് ഓഫ് ആണ്. ആ നമ്പർ ചിറയൻകീഴ് വരെ ഓണായിട്ടുണ്ട്. ചിറയൻകീഴിന് ശേഷം ആ നമ്പർ ഓണായിട്ടില്ല. അതിൻ്റെ ലാസ്റ്റ് ടവർ ലൊക്കേഷൻ കാണിക്കുന്നത് ചിറയൻകീഴിലാണ്. അതിനുശേഷം ആ സിമ്മ് ഓണായിട്ടില്ല. ഇയാളെന്ന് പറയുന്നത് ഒരു ഫിസിയോതെറാപ്പിസ്റ്റാണ്, ഈ ജോൺസൺ ഔസേപ്പ്. ഇയാൾ ദീർഘകാലമായി കൊല്ലം കേന്ദ്രീകരിച്ചുകൊണ്ട് ഫിസിയോതെറാപ്പിസ്റ്റ് ജോലികൾ ചെയ്തു വരുന്നിരുന്ന ആളായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ഇയാൾ എറണാകുളം ചെല്ലാനം സ്വദേശിനിയായിട്ടുള്ള ഒരു യുവതിയുമായി സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെടുകയും അവരെ വിവാഹം ചെയ്യുന്നത്. തുടർന്ന് ഇയാൾ കൊച്ചി ചെല്ലാനത്തേക്ക് താമസം മാറി. കഴിഞ്ഞ ഏതാണ്ട് 4 കൊല്ലത്തോളമായി ഇയാളും ഇയാളുടെ ഈ പറയുന്ന ഭാര്യയും തമ്മിൽ പിണങ്ങി കഴിയുകയാണ്. തുടർന്ന് ഇയാൾ കൊച്ചി, എറണാകുളം മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വിവിധ ലോഡ്ജുകളിൽ താമസിക്കുകയും പിന്നീട് ഇടയ്ക്കിടയ്ക്ക് ഈ ദളവാപുരത്തെ സ്വന്തം വസതിയിലേക്ക് വരികയും ചെയ്യുന്നുണ്ടായിരുന്നു. കൊല്ലത്തും ഈ പറയുന്ന എറണാകുളത്തുമായിട്ടായിരുന്നു ഇയാളുടെ ഒരു സഞ്ചാരപാത. ഇതിനിടയിൽ ഇയാൾ ഇൻസ്റ്റഗ്രാം വഴി ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഫോട്ടോ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ എടുക്കുന്ന ചിത്രമല്ലാത്ത രീതിയിൽ നമ്മുടെ ഇതുണ്ടല്ലോ, എൻ്റെ ആപ്പിൻ്റെ പേര് ഞാൻ വിട്ടുപോയി, അതുപയോഗിച്ചുള്ള പുതിയ ചിത്രങ്ങൾ ക്രിയേറ്റ് ചെയ്യും, എഡിറ്റ് ചെയ്തിട്ടുള്ള ചിത്രങ്ങൾ ക്രിയേറ്റ് ചെയ്യും, അത് ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുകയും ഇൻസ്റ്റഗ്രാമിൽ നിരന്തരം റീലുകൾ ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ്. ഈ ഇൻസ്റ്റഗ്രാമിൽ റീലുകൾ ചെയ്ത് ഇയാൾ നിരവധി യുവതികളുമായി സൗഹൃദത്തിലായി. ഈ സൗഹൃദത്തിലാകുന്ന യുവതികളിൽ നിന്നെല്ലാം പണം തട്ടുക എന്നുള്ളതായിരുന്നു ഇയാളുടെ ഒരു രീതി. അവരെ ഉപയോഗിക്കുക, ശാരീരികമായി ഉപയോഗിക്കുക, പിന്നെ അത് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഇത്തരത്തിൽ പണം കൈക്കലാക്കുക എന്നുള്ളതാണ് ഇയാളുടെ രീതി. ഇപ്പോൾ ആതിരയുടെ അക്കൗണ്ട് നോക്കുമ്പോൾ ആതിര അക്കൗണ്ട് വഴി ട്രാൻസാക്ഷൻ മാത്രം 1,30,000 രൂപയാണ് ഈ പറയുന്ന ജോൺസൺ ഔസേപ്പിന് അയച്ചു കൊടുത്തിരിക്കുന്നത്. ആതിര അയച്ചു കൊടുത്തിരിക്കുന്ന 1,30,000 രൂപയിൽ 2,500 രൂപ അയച്ചിരിക്കുന്നത് അതായത് ആതിര മരിക്കുന്നതിന് 48 മണിക്കൂർ മുമ്പാണ്, 48 മണിക്കൂറിനകത്താണ്. അതായത് ആതിര കൊല്ലപ്പെടുന്ന കഴിഞ്ഞ ദിവസത്തിന് തൊട്ട് മുമ്പുള്ള 2 ദിവസത്തിനകത്ത് 48 മണിക്കൂറിനകത്ത് ആതിര 2,500 രൂപ ആതിരയുടെ അക്കൗണ്ടിൽ നിന്നും ജോൺസൺ ഔസേപ്പിൻ്റെ അക്കൗണ്ടിലേക്ക് പോയിട്ടുണ്ട്. ഇയാൾ ഒരാഴ്ചയായിട്ട് പെരുമാതുറ എന്ന് പറയുമ്പോൾ എറൗണ്ട് ഒരു 10 കിലോമീറ്റർ അധികം വരുമായിരിക്കും ഈ ആതിരയുടെ വസതിയിൽ നിന്നും 10 കിലോമീറ്റർ അകലെയുള്ള പെരുമാതുറയിൽ ഒരു ലോഡ്ജിലാണ് ഇയാൾ മുറി എടുത്തിരുന്നത്. ഈ മുറിയിൽ നിന്നും ഇയാൾ പുലർച്ചെ
ഇറങ്ങി രാവിലെ 7 മണിക്ക്, ആതിര കൊല്ലപ്പെടുന്നതിൻ്റെ അന്ന് രാവിലെ 7 മണിക്ക് ഇറങ്ങി. 7 മണിക്ക് ഇറങ്ങിയ ശേഷം ഇയാൾ നേരെ ചെല്ലുന്നത് ആതിരയുടെ വീടിൻ്റെ പരിസരത്ത് ആണ്. അവിടെ നിന്ന് ഇയാൾ ഈ ആതിരയെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് സമീപവാസികൾ ആരും തന്നെ ശ്രദ്ധിച്ചില്ല ഇയാൾ ആതിരയെ നിരീക്ഷിക്കുന്നുള്ളൂ എന്നുള്ളത്. അപ്പോൾ 8:40 ആയപ്പോൾ ആതിരയുടെ മകന് ഉള്ള സ്കൂൾ ബസ് വന്നു. ഈ സ്കൂൾ ബസ് കടന്നു പോയതിന് ശേഷം 9 മണിയോടുകൂടി ഇയാൾ വീടിനുള്ളിൽ കടന്ന് സംസാരിച്ച് ഇരിക്കവേ ഈ മരണം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം 9-നും 9:30-ക്കും ഇടയിൽ ആയിരിക്കാം എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടത്തിൻ്റെ റിപ്പോർട്ട്. അങ്ങനെയാണെങ്കിൽ ഏകദേശം ഒരു പോലീസിൻ്റെ കണക്കനുസരിച്ച് ഒരു 15 മിനിറ്റോളം സംസാരിച്ച് ഇരിക്കവേ ആതിരയെ പെട്ടെന്ന് ഇയാൾ ആക്രമിക്കുകയായിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഈ ആക്രമണത്തിൽ ആതിരയ്ക്ക് കഴുത്തിൽ മാരകമായിട്ടുള്ള പരിക്കേൽക്കുകയും കുത്തേൽക്കുകയും തുടർന്ന് ഉടൻ തന്നെ മരണം സംഭവിക്കുകയുമായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾക്കൊരു ക്രിമിനൽ നേച്ചർ ഉണ്ട് എന്നുള്ളതാണ് ഇയാളുടെ സുഹൃത്തിൽ നിന്നും, അതായത് കൊല്ലം സ്വദേശിയായിട്ടുള്ള സുഹൃത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇയാൾക്ക് ഫിസിയോതെറാപ്പിസ്റ്റ് എന്ന നിലയിൽ ലഭിക്കുന്ന രീതിയിലുള്ള പണമല്ല ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പോലീസിന് നിലവിലുള്ള വിവരം. ഇപ്പം നിലവിൽ ഈ പോലീസിൻ്റെ CDR ഇയാളുടെ നമ്പർ, അതായത് 2ാമത്തെ നമ്പർ, സുഹൃത്ത് നൽകിയ നമ്പരും സുഹൃത്തിൻ്റെ പേരിൽ എടുത്തിരിക്കുന്ന നമ്പർ, ഈ 2 നമ്പറുകളിൽ നിന്നും ആതിരയ്ക്ക് കഴിഞ്ഞ 1.25 വർഷമായി കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിരന്തരം കോളുകൾ ആതിര അങ്ങോട്ടും വിളിക്കുന്നുണ്ട്, ആതിരയ്ക്ക് കോളുകൾ ഇങ്ങോട്ടും വരുന്നുണ്ട്. ആതിര ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ച പോലെ തന്നെ അച്ചായൻ എന്നായിരുന്നു ഇയാളെ വിളിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് കഴിഞ്ഞ ദിവസം ഈ രാജീവിൻ്റെ മൊഴി എടുത്തപ്പോൾ തന്നെ പോലീസ് വിലയിരുത്തി ഇതൊരു ക്രിസ്തീയ വിഭാഗത്തിലുള്ള ആളായിരിക്കാം. അച്ചായൻ എന്ന് വിളിക്കുമ്പോൾ ആതിര അങ്ങനെ അച്ചായൻ എന്നാണ് വിളിച്ചിരുന്നത് എന്ന് പറയുമ്പോൾ ഇത്തരത്തിലായിരിക്കാം പ്രാഥമിക നിഗമനം പോലീസ് ഒരു ക്രിസ്തീയ വിഭാഗത്തിലുള്ള ആളായിരിക്കാം എന്നുള്ളതായിരുന്നു. തുടർന്നാണ് ഇൻസ്റ്റഗ്രാം ID ആതിരയുടെ ഫോൺ ഓപ്പൺ ചെയ്യുകയും മെസ്സേജസ് വായിക്കുകയും തുടർന്ന് ഈ ഇൻസ്റ്റഗ്രാം ID തപ്പിയെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നത്. ആ ഇൻസ്റ്റഗ്രാം IDയിൽ വന്നിരിക്കുന്ന മെസ്സേജുകളും അല്ലാതെ ഫോൺ വഴി വന്നിരിക്കുന്ന മെസ്സേജുകളും എല്ലാം തന്നെ പോലീസ് പരിശോധിക്കുമ്പോൾ പോലീസിന് ബോധ്യപ്പെട്ടൊരു കാര്യം, ഈ ആതിരയ്ക്ക് കുറേ ദിവസങ്ങളായി ഭീഷണി ഉണ്ടായിരുന്നു. പോലീസിൻ്റെ ഒരു നിഗമനം ഇതാണ്, ആതിര ഭർത്താവിനെയും മകനെയും ഉപേക്ഷിച്ച് ഇയാൾക്കൊപ്പം ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ ഇയാൾ എറണാകുളത്തേക്ക് കൊണ്ടുപോകാം എന്നൊരു വാഗ്ദാനം ഇവർക്ക് കൊടുത്തിരുന്നു. പക്ഷേ കുടുംബമായി ജീവിക്കുന്ന ആതിര അതിന് തയ്യാറായില്ല. ഇതാണ് ഒരു കൊലപാതകത്തിലേക്ക് നയിക്കാനുള്ള കാരണമെന്നാണ് മനസ്സിലാകുന്നത്. ആതിര തന്നെയാണ് ഇയാൾ വന്നപ്പോൾ കതക് തുറന്നു കൊടുത്തതെന്നാണ് പോലീസിൻ്റെ നിഗമനം. കാര്യം ഇത് പൂട്ട് തകർത്തിട്ടില്ല, ഈ വീടിൻ്റെ പൂട്ട് തകർത്തല്ല പ്രതി ഉള്ളിലേക്ക് കടന്നിരിക്കുന്നത്. അകത്ത് നിന്ന് ആരോ, അതായത് സാധാരണ മകൻ പോയി കഴിഞ്ഞാൽ ആതിര അകത്ത് നിന്നും ഫ്രണ്ട് കതക് ലോക്ക് ചെയ്യാറുണ്ട്. ഇത്തവണ അതായത് ഈ കൊലപാതകം നടന്ന ദിവസം ഫ്രണ്ട് കതക് ലോക്ക് ചെയ്തിട്ടില്ല, ആ ഫ്രണ്ട് കതക് തകർത്തിട്ടുമില്ല. അതായത് ആതിര പരിചയമുള്ള ആരോ ആയിരിക്കാം ആ വീട്ടിൽ വന്നതെന്ന് പോലീസിന് എന്തായാലും ഒരു തീരുമാനമുണ്ടായിരുന്നു. അപ്പോഴാണ് രാജീവിനെ സംശയിച്ചു തുടങ്ങിയത്. കാരണം 7 മാസമായി ഭാര്യയുടെ ഒരു കാമുകൻ അവിഹിത ബന്ധമുണ്ട് എന്ന് അറിഞ്ഞിട്ട് എന്തുകൊണ്ട് ബന്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഉള്ള ഒരു ശ്രമം ഭർത്താവ് എന്ന നിലയിൽ പോലും അയാൾ നടത്തി എന്ന് പറയുമ്പോൾ ഒരു സംശയം വന്നു. ഒരു പക്ഷേ അയാളുടെ നിഷ്കളങ്കതയും സമൂഹത്തിലുള്ള മാന്യതയെക്കുറിച്ചുള്ള അമിതമായിട്ടുള്ള ചിന്തയുമായിരിക്കും, അഭിമാനത്തെക്കുറിച്ചുള്ള അമിതമായ ചിന്തയുമായിരിക്കും. കാരണം പൂജാരി കൂടിയാണ്, 25 വർഷമായിട്ട് അദ്ദേഹം അവിടെ താമസിക്കുന്ന ആളാണ്, ആ നാട്ടുകാർക്ക് വളരെ പ്രിയപ്പെട്ട മനുഷ്യനാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ തൻ്റെ ഭാര്യയ്ക്ക് ഇത്തരത്തിലുള്ളൊരു ബന്ധമുണ്ട് എന്ന് നാട്ടുകാർ അറിഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രശ്നമാകില്ലേ? മാത്രമല്ല ക്ഷേത്രം വക വീട്ടിലാണ് താമസിക്കുന്നത്. ക്ഷേത്രം വക വീട്ടിൽ കിടന്ന് ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്ക് കൂടി കഴിഞ്ഞാൽ ക്ഷേത്രം ഭാരവാഹികൾ എന്ത് ചിന്തിക്കാം എന്നൊക്കെയുള്ള ചിന്ത ഈ മനുഷ്യൻ ഉണ്ടായേക്കാം. ഞാൻ എൻ്റെ ഒരു വിലയിരുത്തലാണ് പറയുന്നത്. അങ്ങനെയൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ രാജീവ് ഈ വിവരങ്ങളൊന്നും തന്നെ പുറത്തറിയിക്കാതെ കൂടുതൽ അന്വേഷണം നടത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിച്ചത്. പിന്നെ ഇയാളുടെ ലുക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാകും നല്ല ആരോഗ്യമുള്ള ഒരാളാണ്. ഈ ജോൺസൺ ഔസേപ്പ് നല്ല ആരോഗ്യമുള്ള ഒരാളാണ് എന്ന് മനസ്സിലാകും. ഇത്തരത്തിലുള്ള മനുഷ്യർ പെട്ടെന്ന് പ്രകോപിതരായി കഴിഞ്ഞാൽ അവർക്ക് എല്ലാവരെയും അല്ല പറയുന്നത്, ചില ആളുകൾ, ചില ഇത്തരത്തിലുള്ള നേച്ചറുള്ള ആളുകൾ, ഈ ഭീഷണിപ്പെടുത്തി പണം തട്ടുന്ന ആളുകൾ ആ പണം കിട്ടാതാകുന്നതോടുകൂടി അല്ലെങ്കിൽ താൻ ആഗ്രഹിക്കുന്ന ആ കാര്യം കിട്ടാതാകുന്നതോടുകൂടി അക്രമാസക്തനാകാനുള്ള സാധ്യതയുണ്ട്. അത് ഈ പെട്ടെന്ന് തന്നെ ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങളിലേക്ക് നയിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിലവിൽ വരുന്ന വിവരം അച്ചായൻ ജോൺസൺ ഔസേപ്പായിരുന്നു. അയാൾ 1.25 വർഷത്തിന് മുമ്പാണ് ആതിരയെ സോഷ്യൽ മീഡിയ വഴി ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെടുന്നത്. തുടർന്ന് ഫോൺ നമ്പർ വാങ്ങുന്നു. ഫോൺ നമ്പർ വാങ്ങിയ ശേഷം തുടർച്ചയായി ആതിരയുമായി ഫോണിൽ സംസാരിക്കുന്നു. ആ സംസാരം മണിക്കൂറുകളോളം നീണ്ടുപോകുന്നു. അത് പിന്നെ പണത്തിൻ്റെ ഇടപാടാകുന്നു.
മരണപ്പെടുന്നതിന് 48 മണിക്കൂറിനകത്തും പണം ഇയാൾ വാങ്ങിയെടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ ആ റൂമിന് വാടക കൊടുക്കാനായിരിക്കാം ഈ പണം വാങ്ങിയെടുത്തത്. മറ്റൊരു കാര്യം പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്, ഈ മരണത്തിന് 2 മാസം മുമ്പ് ആതിരയുടെ വസതിയിലേക്ക് പോയിരുന്നു. ആതിരയുടെ വസതിയിലേക്ക് പോയ ദിവസവും ഈ ജോൺസൺ ഔസേപ്പ് ആതിരയുടെ കുടുംബ വീട്, അതായത് വെഞ്ഞാറമൂടിലെ വസതിക്ക് പരിസരത്ത് ഈ ജോൺസൺ ഔസേപ്പ് എത്തുകയും അവിടെ ഒരു കടയിൽ ആതിരയുടെ വീട് തിരക്കുകയും ചെയ്തിരുന്നു. ആതിരയുടെ വീട് ഏതാണെന്ന് തിരക്കുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ ഈ ഫോട്ടോ കാണിച്ചപ്പോൾ ഇയാളെ ആ കടക്കാരൻ, അതായത് ആതിരയുടെ വീടിന് സമീപത്തുള്ള കടക്കാരൻ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അയാൾ നേരത്തെ തന്നെ പോലീസിനോട് ആതിരയെ തിരക്കി അപരിചിതനായ ഒരാൾ 2 മാസം മുമ്പ് വന്നിരുന്നു എന്നൊരു മൊഴി പോലീസിന് കഴിഞ്ഞ ദിവസം ആതിരയുടെ അന്ത്യകർമ്മങ്ങൾ നടക്കുന്ന സമയത്ത് പോലീസിനോട് ഒരു മൊഴി നൽകിയിരുന്നു. ഇന്നലെ രാത്രിക്ക് ശേഷം ഇന്ന് രാവിലെയോടുകൂടി പോലീസ് ഇന്ന് പുലർച്ചെ തന്നെ അയാളെ കണ്ടുപിടിക്കുകയും അയാൾക്ക് ഈ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയും അയാൾ ഈ ഫോട്ടോ തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. അതായത് ജോൺസൺ ഔസേപ്പ് ആ വീടും തിരക്കി പോയിട്ടുണ്ട്. ആതിര ഇയാൾ നിരന്തരം ചേസ് ചെയ്യുമായിരുന്നു, പിന്തുടർന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ആതിര ഇതിൽ ഭയപ്പെട്ടിരിക്കാം. അതുകൊണ്ടായിരിക്കാം രാജീവ് പറയുന്ന കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് എന്നെ കൊല്ലാൻ ഒരാൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊരു കാര്യം ഈ ജോൺസൺ ഈ രാജീവിനോട് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇയാളെ കാണുമ്പോൾ കതക് തുറക്കാൻ പാടില്ലായിരുന്നു. അതും വലിയ വിട്ടിത്തരമാണ് കാണിച്ചത്. ഇങ്ങനെ ഒരാൾ വരുമ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, ഇത്തരത്തിൽ ഒരു കുടുംബത്തിലേക്ക് ആരെങ്കിലും കടന്നു കയറി പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ജീവിത പങ്കാളിയോടാണ് ആദ്യം അത് പങ്കുവെക്കേണ്ടത്. അതിൽ തെറ്റോ ശരിയോ ഒന്നും ഇപ്പം തെറ്റുപറ്റാത്ത മനുഷ്യർ ഒന്നുമില്ലല്ലോ. അത് ജീവിത പങ്കാളിയോട് ആദ്യം ആ വിഷയം ഷെയർ ചെയ്യുക, അതാണ് ചെയ്യേണ്ടത്. അതിനുശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കേണ്ടത്. ഇതിപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രശ്നം വളരെ ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നമുണ്ടാവുകയും ആ പ്രശ്നത്തിനൊടുവിൽ ഒരു കൊലപാതകം സംഭവിക്കുകയും ഒരു കുട്ടി അനാഥനാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ജോൺസൺ ഔസേപ്പിൻ്റെ നിലവിലെ പോലീസിൻ്റെ ഒരു കണക്ക് പ്രകാരം ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും രാവിലെ 11 മണിയോടുകൂടി വന്ന ട്രെയിനിൽ 11നും 12നും ഇടയിൽ വന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു ട്രെയിനിനകത്ത് ഇയാൾ കടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസിൻ്റെ നിഗമനം. പോലീസിൻ്റെ ആ നിഗമനത്തിലാണ് പോലീസ് ഇപ്പോഴും ഉറച്ച് നിൽക്കുകയാണ്. ഇയാളുടെ ടവർ ലൊക്കേഷൻ എടുക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത്. പക്ഷേ ഇയാളുടെ 2 സിമ്മുകളിൽ 2 സിമ്മും ഒന്ന് ആതിരയുടെ വീട്ടിലെത്തിയ സമയത്ത് തന്നെ സ്വിച്ച് ഓഫ് ആയി, രണ്ടാമത്തെ സിമ്മ് ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചും സ്വിച്ച് ഓഫ് ആയിട്ടുണ്ട്. പിന്നീട് ഈ ഫോണുകൾ ഓൺ ആയിട്ടില്ല. ഏതെങ്കിലും കാരണവശാൽ ഈ ഫോൺ ഓൺ ആയാൽ മാത്രമേ ഇതിൻ്റെ ടവർ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. മാത്രമല്ല ഇതിപ്പോൾ തന്നെ ഇതിൻ്റെ IME നമ്പർ പോലീസ് എടുത്തിട്ടുണ്ടാവും. ഈ ഫോണിൽ തന്നെ വേറെ ഏത് സിം ഇട്ട് കഴിഞ്ഞാലും ഈ ടവർ ലൊക്കേഷൻ കിട്ടും. ആ IME നമ്പറുള്ള ഫോണിൽ വേറെ സിം ഇട്ട് കഴിഞ്ഞാലും പോലീസിന് അത് പിടിക്കാൻ പറ്റും. ആ ഫോൺ ഇനി ഒരിക്കലും അയാൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഇത് പറഞ്ഞു കൊടുക്കുന്നത് അയാൾക്ക് രക്ഷപ്പെടാനുള്ളൊരു തന്ത്രമായേക്കോ, അതായത് നമ്മൾ പറഞ്ഞതേ ഉള്ളൂ, അതെല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പോൾ ഏതായാലും എല്ലാവരും രാജീവ് എന്ന് പറയുന്ന പൂജാരിയായിരുന്നു കഴിഞ്ഞ ദിവസം വരെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തിയത്. അത് പോലീസിനും വലിയ സംശയമായിരുന്നു. കാരണം മൊഴിയിലുള്ള വൈരുദ്ധ്യം അത് പോലീസിനെയും കുഴക്കിയിരുന്നു. പോലീസിൻ്റെയും ഒരു സംശയം ഭാര്യയ്ക്ക് കാമുകനുണ്ട് എന്നറിഞ്ഞ് ഇദ്ദേഹം തന്നെ ഈ കൃത്യം നടത്തിയതാണോ എന്നുള്ളൊരു സംശയമായിരുന്നു പോലീസിനുണ്ടായിരുന്നത്. എന്തായാലും അത് ഇന്നലെ രാത്രിയോടുകൂടി പോലീസ് വ്യക്തത വരുത്തി. രാത്രി തന്നെ പോലീസ് ഇയാളുടെ ഡീറ്റെയിൽസ് എടുത്തു. ഇന്ന് രാവിലെയോടുകൂടി ഇയാളുടെ ഫുൾ ഡീറ്റെയിൽസും പോലീസ് കണ്ടുപിടിച്ചു. ഇനി പ്രതിയെ കൂടി കണ്ടെത്തിയാൽ മാത്രം മതി. ഇത്തരം പ്രതികളെ പിടികൂടി എത്രയും പെട്ടെന്ന് ജയിലിലടയ്ക്കുക എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ ചെയ്യാനുള്ളത്. ഉടനെ സംഭവിക്കട്ടെ. ശരി.